കാശിറക്കാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്ന വി.ഡി. സതീശൻ സർക്കാരിന്റെ മറ്റൊരു തരം താഴ്ന്ന രാഷ്ട്രീയ പ്രഖ്യാപനം കൂടി പുറത്തുവരികയാണ്. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ഓരോ മാസവും 3 ദിവസത്തെ ആർത്തവ അവധി നൽകുമെന്നാണ് സതീശന്റെ പുത്തൻ വിളംബരം. UDF സർക്കാരിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നിലെ വൻ പ്രായോഗിക ശൂന്യതയും വിവേചനവുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. KSRTCയിലെ സൗജന്യ യാത്രയും പെൻഷൻ വർധനവും പോലെ സർക്കാരിന് സ്വന്തം കയ്യിൽ നിന്ന് 5 പൈസയുടെ ചിലവില്ലാത്ത പദ്ധതി ആയതിനാലാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഈ 3 ദിവസത്തെ അവധി മാത്രം ഉടൻ നടപ്പിലാക്കാൻ സതീശൻ സർക്കാർ ധൃതി കൂട്ടുന്നത്. ആർത്തവകാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന കടുത്ത വേദന യാഥാർത്ഥ്യമാണ്. അതിനെപ്പോലും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണ്. വിദ്യാർത്ഥിനികൾക്ക് മാത്രം അവധി പ്രഖ്യാപിച്ച സതീശൻ സർക്കാരിന്റെ ഈ തുക്ലക് പരിഷ്കാരത്തിനെതിരെ വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. പെൺകുട്ടികൾക്ക് 3 ദിവസം ആർത്തവ അവധി നൽകുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന സ്ത്രീകളായ അധ്യാപകർക്ക് എന്തുകൊണ്ട് അവധിയില്ല? അവര് മനുഷ്യരല്ലേ? അവർക്കെന്താ ആർത്തവ വേദന ഉണ്ടാകില്ലേ? അധ്യാപകരോട് സർക്കാർ കാണിക്കുന്നത് കടുത്ത ചിറ്റമ്മ നയമാണ് എന്നത് പറയാതെ വയ്യ. തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം സർക്കാർ പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ശമ്പളത്തോടെയുള്ള ഈ അവധി നൽകാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ആർത്തവം വിദ്യാർത്ഥിനികൾക്ക് മാത്രമുള്ള ഒന്നല്ലെന്ന് മനസ്സിലാക്കാനുള്ള ചിന്താശേഷി പോലും സതീശൻ സർക്കാരിനില്ലാതെ പോയി. ആർത്തവ സമയത്ത് സ്കൂൾ കോളേജ് പരീക്ഷകളോ PSC പരീക്ഷകളോ വന്നാൽ വിദ്യാർത്ഥിനികൾ എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ച് സർക്കാരിന് യാതൊരു ആസൂത്രണവുമില്ല. വേദന സഹിച്ച് പരീക്ഷ എഴുതേണ്ടി വരുന്നത് കുട്ടികളെ മാനസികമായി തളർത്തും. കൂടാതെ ഇതിലും കഠിനമായ പോലീസ് ട്രെയിനിങ്, IAS, IPS ട്രെയിനിങ്, NCC ക്യാമ്പുകൾ എന്നിവയിൽ പങ്കെടുക്കുന്ന യുവതികളുടെ കഷ്ടപ്പാടുകൾ സർക്കാർ പൂർണ്ണമായും വിസ്മരിച്ചു. മറുവശത്ത് ഈ 3 ദിവസത്തെ അവധി കുട്ടികൾ കൃത്യമായി റെസ്റ്റിനായി തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ സർക്കാരിന്റെ പക്കൽ എന്തെങ്കിലും സംവിധാനമുണ്ടോ? ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആർത്തവം ഉണ്ടായാൽ പോലും തിങ്കളാഴ്ചയാണ് പീരിയഡ്സ് ആയതെന്ന് കള്ളം പറഞ്ഞ് 3 ദിവസം ലീവ് എടുത്ത് കുട്ടികൾ ടൂറോ അടിച്ചുപൊളിയോ പ്ലാൻ ചെയ്താൽ ഈ പദ്ധതിയുടെ ഉദ്ദേശശുദ്ധി തന്നെ തകരും. ഓണം, ക്രിസ്മസ് അവധിക്കാലത്ത് പീരിയഡ്സ് ആയാൽ പോലും സ്കൂൾ തുറക്കുമ്പോൾ അവധി വേണമെന്ന് ആവശ്യപ്പെടാൻ കുട്ടികൾക്ക് ഈ ലൂപ്പ് ഹോൾ വഴി സാധിക്കും. രക്ഷിതാവിന്റെ സാക്ഷ്യപത്രമോ ക്ലാസ് ടീച്ചറുടെ നേരിട്ടുള്ള അന്വേഷണമോ ഇല്ലാതെ ഈ അവധി നൽകുന്നത് വ്യാപകമായ ദുരുപയോഗത്തിന് കാരണമാകും. ആർത്തവം എന്നതൊരു സ്വാഭാവിക ബയോളജിക്കൽ പ്രോസസ്സാണ്. ചിലർക്ക് കടുത്ത വേദന ഉണ്ടാകുമ്പോൾ ചിലർക്ക് ആദ്യ ദിവസങ്ങളിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകാറുമില്ല. അതിനാൽ ആരും അറിയാതെയും അറിയിക്കാതെയും എടുക്കാൻ പറ്റുന്ന രീതിയിൽ മാസത്തിൽ 1 അല്ലെങ്കിൽ 2 എക്സ്ട്രാ ലീവ് അധ്യാപകർക്കും എല്ലാ സ്ത്രീ ജീവനക്കാർക്കും അനുവദിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്. ലീവ് ആപ്ലിക്കേഷനിൽ സ്ത്രീ സഹജമായ കാരണമെന്ന് എഴുതിവെച്ച് സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കാത്ത നിയമമായിരുന്നു വരേണ്ടിയിരുന്നത്. അതുപോലെ കൂടുതൽ വേദനയുള്ള വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കളുടെ റിക്വസ്റ്റ് പ്രകാരം മാത്രം എക്സ്ട്രാ ലീവ് അനുവദിക്കുന്നതായിരുന്നു പ്രായോഗികം. ഇതൊന്നും ചെയ്യാതെ യാതൊരു പ്രായോഗിക ബുദ്ധിയുമില്ലാതെ 3 ദിവസം ലീവ് തരാമെന്ന് വിളിച്ചുകൂവി കയ്യടി നേടാൻ ശ്രമിക്കുന്ന UDF സർക്കാരിന്റെ ഈ ജനപ്രിയ നാടകത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത്.